ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ വാരിക്കോരി നൽകി സർക്കാർ. കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് 60 ദിവസമാണ്. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നിവർക്ക് 900 ദിവസത്തിലധികം പരോൾ ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. രാമചന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068, സിജിത്തിന് 1078. 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത് ഈ 3 കുറ്റവാളികൾക്ക്. TK രജീഷിന് 940, മുഹമ്മദ് ഷാഫിക്ക് 656, കിർമാണി മനോജിന് 851, MC അനൂപിന് 900, ഷിനോജിന് 925, റഫീഖിന് 752 ദിവസം. ഇങ്ങനെയാണ് 500 ദിവസത്തിലധികം പരോൾ ലഭിച്ച 6 കുറ്റക്കാരുടെ എണ്ണം. കൊടിസുനിക്ക് 60 ദിവസത്തെ പരോളും ലഭിച്ചു. രജീഷിന് 21, ട്രൗസർ മനോജിന് 26 തവണകളായാണ് പരോൾ ലഭിച്ചത്. 21 ഘട്ടങ്ങളിലായി സിജിത്തിനും പരോൾ ലഭിച്ചു. മുഹമ്മദ് ഷാഫിക്ക് 15 തവണയും ഷിനോജിന് 17 തവണയും പരോൾ ലഭിച്ചു. ഇവരൊക്കെയും 227 ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. കൊടിസുനിക്ക് 3 തവണയായാണ് 60 ദിവസം പരോൾ ലഭിച്ചത്. പ്രതികളോട് സർക്കാരിന് വിധേയത്വമെന്ന് KK രമ പ്രതികരിച്ചു. പ്രതികളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ നേതൃത്വത്തിന് അത് അത്ര ശുഭകരമായിരിക്കില്ല. ആ നേതൃത്വത്തിന്റെ ആളുകളുടെ വിവരങ്ങളായിരിക്കും പുറത്തു വരാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി ധാരണ ഈ നേതാക്കന്മാർക്കുണ്ട്. ഞാൻ തീരുമാനിച്ചിരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. കാരണം ഒരു ഗൂഢാലോചന പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാരെയും ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി VVIPകളായിട്ടാണ് ഈ പിണറായി സർക്കാർ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് അവരെ പേടിച്ചിട്ടുകൂടിയാണ്. പരോളിലിറങ്ങിയ കൊടിസുനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു. ജയിലിലും ഒട്ടേറെ തവണ സുനി പ്രശ്നങ്ങളുണ്ടാക്കി. പലതവണ ജയിലുകൾ മാറ്റി. പരോളിനിടയിലാണ് കിർമാണി മനോജിനെ ലഹരി പാർട്ടി നടത്തിയതിന് പിടികൂടിയത്. പരോളിലിറങ്ങി ക്രിമിനൽ കേസുകളിലും ഗൂഢാലോചനയിലും ഉൾപ്പെട്ട സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതികൾക്കെല്ലാം പരമാവധി പരോൾ നൽകുകയായിരുന്നു. 24 തിരുവനന്തപുരം.